ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു നാടൻ ഒഴിച്ചു കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എന്നും സാമ്പാറും അതുപോലെ തന്നെ മോരൊഴിച്ച കൂട്ടാനും മുളക് ഒഴിച്ചൊക്കെ കൂട്ടി മടുക്കുമ്പോൾ ഈ ഒരു കറിയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണത്. ഇതുണ്ടാക്കാൻ കുറേ ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ കുറച്ച് ചേരുവ മാത്രം മതി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഒഴിച്ചു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പരിപ്പ്, നല്ല സാമ്പാർ പരിപ്പില്ലേ, തുവരപ്പരിപ്പ്. ഇപ്പോൾ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതായിരിക്കും ഇതിൽ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതൊരു 2 പിടിയാണ് എടുക്കാവൂ. തുവരപ്പരിപ്പ് അധികം ആവാൻ പാടില്ല. അധികം ആയി കഴിഞ്ഞാൽ കറിക്ക് ഇങ്ങനെ ഒരു വല്ലാതെ ഒരു കട്ടിയാവും, അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പരിപ്പ് വളരെ കുറച്ചാണ് നമ്മളിതിൽ ചേർക്കുള്ളൂ. ഒരു 1/3 കപ്പ്, അതായത് ഒരു 2 പിടി ഉണ്ടായിരിക്കും, 2 ചെറിയ പിടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഞാൻ കഴുകിയെടുത്തതാണ്. അതും കൂടി ഇടും. അപ്പോൾ നിങ്ങൾക്ക് അളവ് കണ്ടറിയാലോ, കുറച്ചേ ഉള്ളൂ ഇത്. കഷ്ണമായിട്ട് കുമ്പളങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ ഒരു 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞതിൻ്റെ ശേഷം അത്ര ഉണ്ടാവില്ല, കുറച്ച് കുറയും. അപ്പോൾ തൊലിയോട് കൂടിയിട്ട് 1/2 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയെടുത്താൽ മതി. അതും കൂടി ഇതിൽ ചേർക്കുക. ഇതിലേക്ക് ഒരു തക്കാളിയാണ് വേണ്ടത്. ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി കേട്ടോ. ഇതൊരു സാമാന്യ ഒരു വലുപ്പമുള്ള തക്കാളിയാണ്. ഈ ഒരു തക്കാളി എടുക്കുക. അതും കൂടി ഇതിലേക്ക് അരിഞ്ഞിടുക. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ട് വേവിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് പരിപ്പ് വേറെ വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കണം. എരിവിന് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക കേട്ടോ. ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ കഷ്ണം മുരിങ്ങക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഒരു മുരിങ്ങക്കായ വേണമെങ്കിൽ ഇടാം. അത് വേറെ വേവിച്ച് ചേർക്കാം. കാരണം പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ വെന്തുടയാൻ പാടില്ല മുരിങ്ങക്കായ ആവുമ്പോൾ. അതുപോലെ തന്നെ 2 3 ചക്കക്കുരുവൊക്കെ ചേർക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന ആ സമയത്തിനനുസരിച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ പരിപ്പ് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകണ്ട. അപ്പോൾ ഇങ്ങനെ കറി ഇങ്ങനെ വല്ലാതെ തിക്കായിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ നന്നായി വേവിച്ചാലോ ഇഷ്ടം വെച്ചാൽ അങ്ങനെ വേവിക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന ഒരു സമയം വരെ ഇത് വേവിച്ചെടുക്കുക കേട്ടോ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് ഞാൻ തേങ്ങ ചിരവിയത് ഒരു 1/2 കപ്പ്. 1/2 കപ്പിൻ്റെ ഒരു മെഷറിംഗ് കപ്പാണ്. അതായത് 2 വലിയ പിടി ഉണ്ടായിരിക്കും. തേങ്ങ ഇതുപോലെ തന്നെ കുറേ അളവിൽ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അളവ് മതി. ജീരകം ഇത്തിരി അളവിൽ, ചെറിയ ജീരകം, നല്ല ജീരകം എടുക്കുക. അതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട്, ഇതേപോലെ 2 വലുതാച്ച 1 മതിയാവും. ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളി കൂട്ടുന്നവരാണെങ്കിൽ ഉള്ളി ചേർത്തിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ ഉള്ളി ഒഴിവാക്കാം. ഇതാ കഷ്ണം പരിപ്പൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടാവും, പരിപ്പ് ഇങ്ങനെ ഓവറായിട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ പരിപ്പ് വെന്താലാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേവിക്കണമെങ്കിൽ അങ്ങനെ നന്നായിട്ട് വേവിക്കാം കേട്ടോ. പേസ്റ്റ് പോലെ ആവണമെങ്കിൽ അങ്ങനെയും വേവിക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉരസി ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒഴിക്കണം. അപ്പോൾ പുളി വാളൻപുളി അല്ലെങ്കിൽ പിഴിപുളി എന്നൊക്കെ പറയുന്ന അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാവശ്യത്തിന്. ഇതിപ്പോൾ ഈ പുളിയുടെ കളറ് ഇങ്ങനെ അല്ലാതെ ഡാർക്ക് കളറ്, ഇത് കുറച്ച് പഴയ പുളിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ പുളി ഇങ്ങനെ ഒരു ഡാർക്ക് കളറ് വന്നത്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള പുളി ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതേപോലെ ഡാർക്ക് കളറ് വരില്ല. ഇനി പുളി ചേർത്തിട്ട് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് എത്ര വേണ്ടത് ചേർക്കുക. പിന്നെ പുളി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പുളി മാത്രം ചേർക്കുക കേട്ടോ. തക്കാളിയുടെ പുളിക്ക് അനുസരിച്ച് വേണം പുളി ചേർക്കാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മുഴുവൻ പുളി ഒഴിക്കണ്ട.
പുളി ഒഴിച്ചിട്ട് നിങ്ങൾ നോക്കുക. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പില കുറച്ച് ഇടുക. എന്നിട്ട് ഈ പുളി നന്നായിട്ട് വെന്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവണം. പുളി നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് വയറിനൊക്കെ ദോഷമാണ്, പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റ്, ആ പച്ച ഒരു ചുവണ്ട് അതൊക്കെ ഒന്ന് മാറിയിട്ട് പുളി നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവാൻ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ പുളി ആവശ്യത്തിൽ നിങ്ങളുടെ രുചിക്ക് ആവശ്യമുള്ള പുളി മാത്രമേ ഒഴിക്കാവൂ, അത് ശ്രദ്ധിക്കുക കേട്ടോ. തക്കാളിയുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിക്കുക. അപ്പോൾ ഇനി അരപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നാളികേരം ഇട്ട് പിന്നെ കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്യാം. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പുളി നന്നായിട്ട് തിളച്ച് റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് കഷ്ണത്തിലേക്കൊക്കെ ഒന്ന് പിടിക്കണം, അത്രേ വേണ്ടൂ. അപ്പോൾ ഇതാ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തു, തിള വന്നു, ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടുക, ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. നമ്മൾ പുളിയുള്ള കറി വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് വാളൻപുളി ഒഴിക്കുമ്പോൾ അതിൽ ഉലുവ വറുത്തിട്ടാലാണ് അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഉലുവ എന്തായാലും വറുത്തിടണം. അപ്പോൾ അതിന് ശേഷം 1-2 ഉണക്കമുളക് കൂടി പൊട്ടിച്ചിടുക, കുറച്ച് കറിവേപ്പില ഇടുക. അപ്പോൾ കറിവേപ്പില എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ കറിവേപ്പില ഇടാവൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണ്. കറിയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ മൊത്തം ആ കറിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കുക. നമ്മൾ വറുത്തിടുമ്പോൾ എപ്പോഴും ആ കുറച്ച് കറി ആ പാനിലേക്ക് ഒഴിച്ചിട്ട് ആ വറവ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തിരിച്ച് ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിക്കണം. അങ്ങനെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഏത് കറി ഉണ്ടാക്കുമ്പോഴും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കറി ഉണ്ടാക്കുമ്പോഴും പറയാറുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക, ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് എപ്പോഴും സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ ഒരു മടുപ്പാണ് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ കറികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടാക്കിയാലും ഒട്ടും മടുപ്പ് വരില്ല. അപ്പോൾ കുറച്ചൊരു മോരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ പുളി ഉണ്ടെങ്കിലും കുറച്ച് മോരൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.